മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുരം രൂപതയുടെ ഒരു പുതിയ സംരംഭമാണ് രൂപത മീഡിയ അപ്പസ്റ്റോലേഷൻ്റെ നേതൃത്വത്തിൽ സഭാ പ്രബോധനങ്ങളെക്കുറിച്ച് വ്യക്തത പകരുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി രൂപത മീഡിയ അപ്പസ്റ്റോലേഷൻ്റെ നേതൃത്വം കാറ്റീസം കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് സഭാ പ്രബോധനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത പകരുന്ന ഒരു പുതിയ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന മീഡിയ കാറ്റീസം അപ്പസ്റ്റോലേറ്റ്സ് നേതൃത്വം വഹിക്കുന്ന അച്ഛന്മാരെയും അവരുടെ സഹകരിക്കുന്ന സന്യസ്തരെയും അന്മായ സഹോദരന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം ശ്ലാഘിക്കുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ചുരുക്കത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ഗാഡ് ക്രിയേറ്റ് ദ ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ? വൈ ഡിഡ് നോട്ട് ഗാഡ് ക്രിയേറ്റ് ഓൺലി ദ ട്രീ ഓഫ് ഗുഡ്? എന്തുകൊണ്ട് ദൈവം നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തെ സൃഷ്ടിച്ചു? എന്തുകൊണ്ട് ദൈവത്തിന് നന്മയുടെ വൃക്ഷം മാത്രം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പൊതുവെയുള്ള ഒരു ഇതാണ് ദ തിയറി ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയുടെയും തിന്മയുടെയും തിയറി എന്ന് പറയുന്നത്. അത് ലോകത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നന്മയുള്ളിടത്ത് തിന്മയുണ്ടാകും, നന്മയിൽ നിന്ന് അകറ്റുന്ന തിന്മയുടെ ശക്തി. ദൈവം നന്മയുടെ മാത്രം ഉറവിടമാണ്. ദൈവത്തിന് ഒരിക്കലും തിന്മയെയും നന്മയെയും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തിന്മ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് മാനുഷികമായ ബലഹീനതകളിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവം തിന്മയെ എതിർക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത അവസരത്തിൽ ആ ദൈവികമായിട്ടുള്ള വരപ്രസാദം നഷ്ടപ്പെട്ട്, ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആണ് ആദിമാതാപിതാക്കന്മാർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും തിന്മയുടെ പിന്നാലെ പോകാനോ തിന്മയ്ക്ക് കൂട്ടുനിൽക്കാനോ തിന്മയെ സൃഷ്ടിക്കാനോ സാധിക്കുകയില്ല. ദൈവമല്ല തിന്മയുടെ വൃക്ഷം സൃഷ്ടിച്ചത്, അത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ വന്നതാണ്. മനുഷ്യൻ്റെ ബലഹീനതയും ഉയർക്കൊണ്ടതാണ് തിന്മ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറച്ചുകൂടി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ആ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ദൈവപുത്രനായ ഈശോയെ ഈ ലോകത്തിൽ പറഞ്ഞു വിട്ടതും ഈശോ മരിച്ചതും ആ തിന്മയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് പിന്നീട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരിക്കലും നന്മയുടെയും തിന്മയുടെയും വൃക്ഷങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം നന്മ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ നന്മ മാത്രമായ ദൈവത്തെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ തിയറി ഓഫ് ഈവിൾ അല്ലെങ്കിൽ തിന്മയുടെ ശക്തി എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നന്മയുടെയും തിന്മയുടെയും വൃക്ഷങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇത് മാനുഷികമായിട്ടുള്ള സൃഷ്ടിയാണ്. ദൈവത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. തിന്മ സൃഷ്ടിക്കാൻ ദൈവം മുതിർന്നാൽ പിന്നെ ദൈവം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു തെറ്റ്, അതൊരു ശരിയായിട്ടുള്ള പ്രയോഗമല്ല. ദൈവം ഒരിക്കലും തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല. തിന്മ ദൈവം ആഗ്രഹിക്കുന്നില്ല, തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ല. തിന്മ ചെയ്താൽ ദൈവം അവരിൽ നിന്ന് അകന്നു മാറും. തിന്മ പിശാചിന് സൃഷ്ടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കും. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് വൈദികർ കല്യാണം കഴിക്കാത്തത് എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രിസ്തീയ ലോകത്ത് വരുമ്പോൾ കത്തോലിക്ക സഭയും അകത്തോലിക്ക സഭകളും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്ത പാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ കത്തോലിക്ക വൈദികരാണ് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത്. നമുക്കറിയാം, ആദിമ സഭയിൽ അപ്പസ്തലന്മാരുടെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ പാരമ്പര്യം അനുസരിച്ച് യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും വിവാഹിതരായിരുന്നു. പിന്നീട് ആദിമസഭയിൽ നമുക്ക് വിവാഹം കഴിച്ച വൈദികരൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ ബ്രഹ്മചര്യത്തിന് ഊന്നൽ കൊടുക്കുന്നത്? ബ്രഹ്മചാരികളായിട്ടുള്ള വൈദികരും സന്യസ്തരും ഉണ്ടാകണമെന്ന് സഹായിക്കും. കാരണം ഒന്ന്, കർത്താവിൻ്റെ ശൈലി തന്നെ ബ്രഹ്മചാരിയുടെ ശൈലിയായിരുന്നു. കർത്താവ് കല്യാണം കഴിച്ചില്ല. അപ്പോൾ ആ കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ട് കർത്താവിന് മുഴുവൻ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി ഡിവോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായി, കർത്താവിന് പകരക്കാരായി വിളിക്കപ്പെടുന്നവർ വിവാഹം കഴിക്കാതെ ആരുടെയും സ്വന്തമാകാതെ എല്ലാവരുടെയും സ്വന്തമാകുന്ന രീതിയിൽ ഫുൾ ടൈമേഴ്സ് ആകാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് ബ്രഹ്മചര്യം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ, പിന്നീട് പൗലോസ്ലീഹായുടെ ബോധനത്തിലേക്ക് വരുമ്പോൾ
ഫസ്റ്റ് കൊറിന്ത്യൻസ് 7-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മചര്യത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുകൾ കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ എല്ലാവരും എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് എക്സോർട്ട് ചെയ്യുന്ന പൗലോസ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. അതിനർത്ഥം ആർക്കും വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ എല്ലാവർക്കും വേണ്ടി മുഴുവൻ സമയവും സുവിശേഷ വേലയ്ക്കും കർത്താവിൻ്റെ സുരാജ്യത്തിന് സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കെട്ടുപാടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ആദിമ സഭയുടെ ചിന്ത. അത് മാത്രമല്ല, പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മുഴുവൻ സമയം ഡിവോട്ട് ചെയ്യാനായിട്ട്, സമർപ്പിക്കാനായിട്ട് ബ്രഹ്മചര്യ ഏറെ അനുഗ്രഹപ്രദമാണ്. അപ്പോൾ ഈശോയുടെ ശൈലിയും ഈശോയുടെ ബ്രഹ്മചര്യത്തിലുള്ള കാഴ്ചപ്പാടും ആദിമസഭ അതിനെ ഉൾക്കൊണ്ടതും തുടർന്നുള്ള ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത് ബ്രഹ്മചാരികളായിട്ടുള്ള, വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന വ്യക്തികളോടുള്ള ഒരു പ്രത്യേക റെസ്പെക്റ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, കത്തോലിക്ക സഭയിൽ ഒരു അഭിനവ ചൈതന്യമുണ്ട്. കാരണം അവിടെ ഫുൾ ടൈമേഴ്സ് ആയിട്ടുള്ള, ബ്രഹ്മചാരികളായിട്ടുള്ള വൈദികരും സന്യസ്തരുണ്ട്. അതാണ് കത്തോലിക്ക സഭയെ മറ്റ് ഇതര ക്രിസ്തീയ സഭകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്നെ വളരെ നല്ല അർത്ഥത്തിൽ പറഞ്ഞതായിട്ട് ഓർക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ. അതുകൊണ്ട് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി, ആരുടെയും പ്രത്യേക സ്വന്തമാകാതെ എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ള പ്രത്യേക ശൈലിയാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഒരു ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിവാഹം കഴിക്കാത്ത വൈദികർ നമുക്കുണ്ട് എന്നുള്ളത്. അതാണ് എനിക്ക് ആ ചോദ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ഡു വി ഗെറ്റ് ബാപ്റ്റൈസ്ഡ് ഇൻ അവർ യങ് ഏജ്? നമുക്കറിയാലോ, തുടക്കത്തിൽ പ്രത്യേക വർഷമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മാമോദീസ സ്വീകരിക്കാനായിട്ട്. ഈ ചൈൽഡ് ബാപ്റ്റിസം വരുന്നത് വിശുദ്ധ അഗസ്തീനോസിന്റെ കാലഘട്ടം മുതലാണ്. നമുക്കറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിക്കോദേമസുമായിട്ടുള്ള ഈശോയുടെ പ്രഭാഷണം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജലത്താലും ആത്മാവിലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്നുള്ള ഈശോയുടെ പ്രബോധനം. അപ്പോൾ അത് ആദിമസഭയിലെ പ്രത്യേകിച്ചും 3-4 നൂറ്റാണ്ടുകൾ മുതൽ അങ്ങോട്ട് അങ്ങനെ ഒരു കുട്ടി ജനിച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ വിശുദ്ധ അഗസ്തീനോസ്, നമുക്കറിയാലോ, നമ്മുടെ സഭയിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതനായിട്ടുള്ള 8 സഭാപിതാക്കന്മാർ ഒരാളാണ് സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആണ് യഥാർത്ഥത്തിൽ ഈ ചൈൽഡ് ബാപ്റ്റിസം വന്നത്. അതായത് ഈ ഒരു ബൈബിൾ കർത്താവിൻ്റെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ ജലത്താൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കാതെ ഒരു കുഞ്ഞ് മരിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ സുഖം കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ജനിച്ച് കഴിയുന്നിടത്തോളം വേഗത്തിൽ മാമോദീസ കൊടുക്കണം എന്നുള്ള ഒരു സ്ഥിതി വന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആരംഭത്തിൽ. ഇപ്പോഴും നമുക്കറിയാലോ, എല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തി വന്നതിന് ശേഷം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് സഭയിൽ വരുന്നവർക്കൊക്കെ അവർ യങ് ഏജിലാണ് മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് യങ് ഏജിൽ മാമോദീസ സ്വീകരിക്കുന്നതും സഭ അനുകൂലിക്കുന്നു, കുട്ടികളുടെ മാമോദീസയും സഭ അംഗീകരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എത്രയും വേഗം ഈശോയുടെ സഭാ സമൂഹത്തിലേക്ക് കടന്നു വന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, ഈശോയിലുള്ള വിശ്വാസത്തിൽ വളർന്ന്, ഈശോയുടെ സ്നേഹത്തിൽ വളർന്ന്, അങ്ങനെ ഈശോയ്ക്കുള്ള സാക്ഷികളായി തീരാൻ എത്രയും നേരത്തെ മാമോദീസ സ്വീകരിക്കുന്നു എന്നുള്ള മാത്രം. പക്ഷേ യങ് ഏജിൽ മാമോദീസ സ്വീകരിക്കുന്നത് സഭ യങ് ഏജിൽ സ്വീകരിക്കാവുന്ന സഭ ഒരിക്കലും പറയുന്നില്ല. അത് ചില സാഹചര്യങ്ങളിൽ പ്രായപൂർത്തി പ്രായം വന്നതിന് ശേഷം ചിലർ സഭയിലേക്ക് കടന്നു വരാൻ വേണ്ടി യുവാവായിരിക്കും അല്ലെങ്കിൽ യുവതിയായിരിക്കുന്ന സമയത്ത് മാമോദീസ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ മാമോദീസയും അതിനുശേഷമുള്ള പ്രായം ചെന്നവരുടെ മാമോദീസ ഒരുപോലെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ മാമോദീസ കൊടുക്കുന്ന തിരുക്കർമ്മത്തിൽ പല പ്രായത്തിലുള്ളവർക്കുള്ള തിരുക്കർമ്മ രീതി അവിടെ അവലംബിച്ചിട്ടുണ്ട്. അപ്പം അതിനർത്ഥം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മാമോദീസ സ്വീകരിക്കാം. അത് സഭ അനുകൂലിക്കുന്ന, ശ്ലാഘിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് യുവജനങ്ങൾക്ക് മാത്രമല്ല മാമോദീസ, കുട്ടികൾക്കും ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മാമോദീസ, മുതിർന്നവർക്കും മാമോദീസ സ്വീകരിക്കാവുന്നതാണ്.